ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. വികസന കുതിപ്പിനായി പുതിയ ഭരണസാരഥികൾ ചുമതലയേറ്റു. സാധാരണക്കാരെയും തൊഴിലാളികളെയും ചേർത്ത് നിർത്തി പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിനെ മാതൃകാ പഞ്ചായത്താക്കി മാറ്റുമെന്ന് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്ഥാനമേറ്റ ശേഷം പ്രഖ്യാപിച്ചു. സാധാരണ ജനവിഭാഗങ്ങളെ ചേർത്തു നിർത്തി വികസനോന്മുഖമായ പഴയന്നൂർ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന പുതിയ ഗ്രാമപഞ്ചായത്ത് ഭരണസാരഥികൾ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി LDFിലെ സജിത മുരളിയും വൈസ് പ്രസിഡന്റായി CC സുരേഷും തെരഞ്ഞെടുക്കപ്പെട്ടു. 6ാം വാർഡ് കല്ലേപ്പാടത്തു നിന്നാണ് സജിത മുരളി മത്സരിച്ച് വിജയിച്ചത്. തൃക്കണായ 15ാം വാർഡിൽ നിന്നുള്ള പ്രതിനിധിയാണ് CC സുരേഷ്. മുൻ ഭരണസമിതിയുടെ നടപടികൾ മൂലം ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാർക്കും പ്രത്യേകിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ആവശ്യമായ ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻഗണനയോടെ നടപ്പിലാക്കുമെന്ന് സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഇരുവരും വ്യക്തമാക്കി. എല്ലാവർക്കും നമസ്കാരം. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ നിന്ന് മത്സരിച്ച് മെമ്പറായി നിലവിൽ പ്രസിഡന്റായിട്ട് ചാർജ് എടുത്തു. എല്ലാവർക്കും ആദ്യം തന്നെ ഒരു വലിയൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. ജനങ്ങൾ എന്നോട് നിൽക്കാൻ പറഞ്ഞു. അവരുടെ ഒരു താല്പര്യപ്രകാരം ഞാൻ നിന്നു. അവർ ഒരു ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് നമ്മളെ വിജയിപ്പിച്ച് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പ്രയത്നിക്കുമെന്നൊരു ഉറപ്പ് ഞാൻ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് നിറവേറ്റും. അതെല്ലാവർക്കും ഞാൻ ഉറപ്പ് നൽകുകയാണ്. നമ്മുടെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരുപാട് തൊഴിൽ പ്രശ്നങ്ങളും നിലവിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പം ജനങ്ങളോട് ഇടപെട്ടപ്പോഴാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. കാരണം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നം തന്നെയാണ്. അവരുടെ തൊഴിലില്ലായ്മ അവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതാണ് എൻ്റെ മുഖ്യമായിട്ടുള്ള ഒരു ലക്ഷ്യം. അവരുടെ നിലവിലെ പ്രശ്നം ആദ്യം തീർത്തു കൊടുക്കണം എന്നാണ് ഞാൻ ആദ്യം തന്നെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു തീർപ്പുണ്ടാക്കും. അപ്പോൾ നമ്മുടെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലുള്ള സാധാരണക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ കൈകാര്യം ചെയ്യണം. അവർക്കൊരു ബുദ്ധിമുട്ട് പഞ്ചായത്തിൽ വരുമ്പോൾ ഉണ്ടാവാൻ പാടില്ല എന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 15ാം വാർഡ് തൃക്കണായിൽ നിന്ന് വിജയിച്ച് ഇപ്പോൾ പഴയന്നൂർ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ സുരേഷ് എന്ന എനിക്ക് പരമാവധി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ പഞ്ചായത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ചെയ്യുമെന്നും ജനങ്ങളോട് ഒപ്പം ഈ LDF മുന്നണി പഞ്ചായത്ത് അധികാരത്തിലേറ്റ LDF മുന്നണി ഒപ്പമുണ്ടാവും എന്നും മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത്. LDFിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും പുതിയ ഭരണസാരഥികൾ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 2020 മുതൽ 25 ഇപ്പോൾ ഈ സമയം വരെ ഭരിച്ചിരുന്ന വലതുപക്ഷ മുന്നണിയുടെ കെടുകാര്യസ്ഥതയും തൊഴിലില്ലായ്മ പ്രശ്നവും മുൻനിർത്തി അതിനുള്ള പരിഹാരം കണ്ടെത്താനുള്ള നടപടികൾ ആദ്യം ഞങ്ങൾ സ്വീകരിക്കുമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. അതിനുവേണ്ട പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. CCV ന്യൂസ്, പഴയന്നൂർ.